കോഴിക്കോട് ഫറൂഖിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 19-കാരൻ്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യവകുപ്പ്. രോഗത്തിൻ്റെ ഉറവിടം ഫറൂഖ് കരുവൻ തിരുത്തി പരിസരത്തു നിന്നാകാം എന്ന സംശയത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പുള്ളത്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ വർഷ, ഗുഡ് മോർണിംഗ്. വർഷ, ഇത് എവിടെ നിന്നാണ് പടർന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങൾ കിട്ടിയോ? വർഷ, താങ്കൾ കേൾക്കാൻ കഴിയുമെങ്കിൽ തുടങ്ങിക്കോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഫറോക്ക് സ്വദേശിയായ 19-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഈ യുവാവ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ 2-ാം തീയതിയാണ് ജോലിക്ക് പോകുന്നത്. ശേഷം 3-ാം തീയതി ഈ പനിയും തലവേദനയും അനുഭവപ്പെടുകയായിരുന്നു. അവിടെ തന്നെ കരുനാഗപ്പള്ളിയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ മാറ്റമില്ലാത്തതിനെ തുടർന്ന് 5-ാം തീയതിയാണ് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലേക്ക് യുവാവ് എത്തുന്നത്. അവിടെ നിന്നും 2 ദിവസം ചികിത്സയ്ക്ക് ശേഷം യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നീടാണ് 7-ാം തീയതിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. 12-ാം തീയതിയാണ് യുവാവിന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. PCR ടെസ്റ്റിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഉറവിടം ഫറോക്ക് കരുവന്തുരുത്തിയാണെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം അവിടെ നിന്നാണ് യുവാവ് പോയത്. അവിടെ നിന്ന് തന്നെയായിരിക്കും രോഗത്തിന്റെ ഉറവിടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പരിശോധനകൾ എന്തായാലും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലൊരു 9 വയസ്സുകാരനും കോട്ടൂരിൽ 9 വയസ്സുകാരനും രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ ഉറവിടവും ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഉറവിടം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കേസുകളിൽ ഉറവിടം കണ്ടെത്താത്തതുണ്ട് എന്നുള്ളതാണ് നിലവിലെ പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും ഈ 19-കാരന്റെ ഉറവിടം ഫറോക്കിലെ കരുവന്തുരുത്തി ആയിരിക്കും എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരം കൂടി ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.